ഫറാൻ, കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ CPM ഇടതുപക്ഷം വലിയ തിരിച്ചടിയാണ് നേരിട്ടത്. പക്ഷെ ഇപ്പോൾ പലരുടെയും വായിൽ നിന്ന് പ്രത്യക്ഷമായും അല്ലാതെയും തന്നെ കേൾക്കുന്ന ഒരു കാര്യമുണ്ട്. പിണറായി വിജയനെതിരെയുള്ള ഒരു ഭരണവിരുദ്ധ വികാരമായിരുന്നു CPM-നെ താഴെ ഇറക്കിയത് എന്ന്. അത്തരത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? CPM-നാണോ വീഴ്ച പറ്റിയത്, അതോ പിണറായിക്കാണോ വീഴ്ച പറ്റിയത്? നോക്കൂ, കേരളത്തിലുണ്ടായത് വെറും ഒരു ഭരണവിരുദ്ധ വികാരമല്ല. അധികാരവർഗത്തിനോടുള്ള ജനങ്ങളുടെ ഏറ്റവും വലിയ പ്രതിഷേധമാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ കേരളത്തിലെ പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങൾ നൽകിയത്. കാരണം ആദ്യ തവണ അവർ ഭരണത്തിൽ കയറി അവർ നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു എന്നുള്ള ജനങ്ങളുടെ ബോധ്യമാണ് അവരെ ആദ്യം തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിച്ചത്. രണ്ടാം വട്ടവും പിണറായി സർക്കാരിനെ തെരഞ്ഞെടുക്കാൻ അല്ലെങ്കിൽ കൈപിടിച്ചു കയറ്റാൻ കേരളത്തിലെ ജനങ്ങളെ പ്രാപ്തരാക്കിയത്. പക്ഷെ പിന്നീട് അങ്ങോട്ട് വന്നിട്ടുള്ള പിണറായി വിജയന്റെ, അത് കേരളത്തിലെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ കേരള സർക്കാർ എന്ന് പറയുന്നതിന് പകരം ഈ നാട്ടിലെ ജനങ്ങളെല്ലാം ഒരേ സ്വരത്തിൽ പറയുന്നത് പിണറായി സർക്കാർ എന്നാണ്. പിണറായി സർക്കാർ എന്നാണ്. അവിടെ ഒരു ഏകാധിപത്യ മനോഭാവം നമ്മുടെ മുമ്പിലുണ്ട്. പിണറായി വിജയൻ ഓരോ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും ഈ നാട്ടിലെ ജനങ്ങളോട് ഒരു തരത്തിലുള്ള ചർച്ചയ്ക്കോ വകവെക്കാതെ, ഈ നാട്ടിലെ ജനങ്ങളോടൊന്നും ആലോചിക്കാതെ, ഈ നാട്ടിലെ വോട്ട് നൽകി അധികാരത്തിലേറ്റിയ ജനങ്ങളെ പുച്ഛിച്ചുകൊണ്ടാണ് ഓരോ തീരുമാനങ്ങളും എടുക്കുന്നത്. ആ തീരുമാനങ്ങളെല്ലാം കേരളത്തിലെ ജനങ്ങളുടെ മുഖത്തടിക്കുന്നത് പോലെയുള്ള തീരുമാനങ്ങൾ. ഓരോ തീരുമാനങ്ങൾ എടുത്താലും നമ്മുടെ മുമ്പിൽ ഓരോ കാര്യങ്ങളും പ്രകടമാണ്. അതെല്ലാം നമ്മൾ കാണുന്ന കാര്യമാണ്. ഈ നാട്ടിലെ ജനങ്ങളെ എന്താ പറയുന്നത്, അതിനെ എതിർക്കുന്നവരെ ശത്രുവായി കണ്ടുകൊണ്ട് അവരെ സമീപിക്കുക, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നമ്മുടെ മുമ്പിൽ കേരയിൽ പോലെയുള്ള ഒരു സംഭവമുണ്ട്. ഈ നാട്ടിലെ ജനങ്ങളെ അതിനെതിരെ പ്രതിഷേധിച്ചവരെ എല്ലാം രാഷ്ട്രീയ ബോധമില്ലാത്ത അല്ലെങ്കിൽ വീട്ടമ്മമാരെ അല്ലെങ്കിൽ കുഞ്ഞു കുട്ടികളെ ഇവരെല്ലാം ആ രീതിയിൽ ആക്രമിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ പോലീസ് സംവിധാനം ഉപയോഗിച്ച് അടിച്ചമർത്തിക്കൊണ്ട് ആ ഒരു തീരുമാനത്തെ എതിർത്തവരെ എല്ലാം ശത്രുക്കളായി, അല്ലെങ്കിൽ അവരൊരു BJP കോൺഗ്രസിനെയൊക്കെ അങ്ങനെ ഒരു രീതിയിൽ കണ്ടുകൊണ്ട് അവരെ ശത്രുവായി കണ്ടുകൊണ്ട് അവർക്കെതിരെ നടപടികൾ സ്വീകരിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ അതാണ് കേരളത്തിലെ ജനങ്ങളെ ഈ മാറി ചിന്തിക്കാൻ പ്രാപ്തരാക്കിയത്. അതെ. അപ്പോ കഴിഞ്ഞ കുറെ നാളുകളായി പിണറായി സർക്കാരിന്റെ പോലീസ്, പിണറായിയാണ് ആഭ്യന്തരം നോക്കുന്നത്, അതുകൊണ്ട് തന്നെ പിണറായി സർക്കാരിന്റെ പോലീസ് എന്ന് തന്നെ പറയണം, പോലീസ് വലിയ രീതിയിൽ കോൺഗ്രസ് പ്രവർത്തകരെ അല്ലെങ്കിൽ മറ്റേ എതിരെ ശബ്ദമുയർത്തുന്ന ആൾക്കാരെ ഈ കായികമായി അടിച്ചമർത്താനുള്ള രീതി കാണുന്നുണ്ട്. അപ്പോൾ ഈ എതിർക്കുന്ന പാർട്ടികളെയെല്ലാം പോലീസിനെ ഉപയോഗിച്ച് തല്ലുന്ന, പോലീസിനെ ഉപയോഗിച്ച് അടിച്ചമർത്തുന്ന രീതി ഇപ്പോൾ കാണുന്നില്ലേ? നമ്മുടെ മുമ്പിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഒരു കരിങ്കൊടിയെ പോലും, ഒരു കറുത്ത വസ്ത്രത്തെ പോലും ഭയക്കുന്ന ഒരു പിണറായി വിജയൻ നമ്മുടെ മുമ്പിലുണ്ട്. പിണറായി വിജയൻ ഊരിപ്പിടിച്ച വാളിന്റെയും ഉയർത്തിപ്പിടിച്ച വെടിവാളിന്റെയും നടുവിലൂടെ നടന്നു പോയെന്ന് വാതോരാതെ പറയുന്ന ഒരു മുഖ്യമന്ത്രി എന്തിന് കരിങ്കൊടിയെ പേടിക്കണം, അല്ലെങ്കിൽ എന്തിന് ഈ പറയുന്ന പോലെ ജനങ്ങളുടെ പ്രതിഷേധത്തെ ഭയക്കണം? അങ്ങനെയുള്ള ഒരു പിണറായി വിജയൻ ഈ നാട്ടിലെ രാഷ്ട്രീയക്കാരെ പോലും അത്തരത്തിൽ അടിച്ചമർത്തുന്ന, ഈ നാട്ടിലെ സാധാരണക്കാരെ പോലും അത്തരത്തിൽ അടിച്ചമർത്തുന്ന പല പ്രതിഷേധങ്ങളും നമ്മുടെ മുമ്പിൽ നമ്മൾ കണ്ടവരാണ്. ഈ പറയുന്ന പോലെ ആശാ വർക്കർമാരുടെ പ്രതിഷേധം, ആ പ്രതിഷേധത്തെ എല്ലാം ഈ പറയുന്ന പോലെ പിണറായി വിജയൻ അടിച്ചമർത്തിയത് ഒരു രാഷ്ട്രീയക്കാരെ അല്ലെങ്കിൽ എതിരാളികളെ അടിച്ചമർത്തുന്ന പോലെയാണ് സാധാരണക്കാരെ പോലും അടിച്ചമർത്തിയത്. അത് നമ്മൾ കാണുന്ന കാഴ്ചയാണ്, നമ്മൾ കണ്ട കാഴ്ചയാണ്, ഇനി കാണാനിരിക്കുന്നു എന്ന് നമുക്കറിയില്ല. അപ്പം ഈ അത്തരത്തിൽ സാധാരണ ജനങ്ങളെ പോലും ദ്രോഹിക്കുന്ന ഒരു പിണറായി വിജയൻ, ഈ നാട്ടിലെ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന പിണറായി വിജയൻ ഈ നാട്ടിലെ രാഷ്ട്രീയക്കാരെയും സ്വാഭാവികമായിട്ട് അടിച്ചമർത്താൻ ശ്രമിക്കുന്നു. പിണറായി വിജയനെതിരെ ആര് ശബ്ദിച്ചാലും അവരെ അടിച്ചമർത്തുക എന്നുള്ള ആ ഒരു ബോധ്യം മാത്രമാണ് പിണറായി വിജയന് മനസ്സിലുള്ളത്. അപ്പൊ അത്തരത്തിലുള്ള ഏകാധിപത്യ മനോഭാവം, ആ ഒരു സംഭവം ഉണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് പിണറായി വിജയനെ വീണ്ടും കേരളത്തിലെ ജനങ്ങൾ തെരഞ്ഞെടുക്കുന്നത്? ആ ചോദ്യം നമ്മൾ മുമ്പിൽ നിൽക്കുന്ന ചോദ്യമാണ്. നമുക്കത് മനസ്സിലാക്കാവുന്നതാണ്. ഈ നാട്ടിലെ അരിയാഹാരം കഴിക്കുന്ന ആർക്കും പിണറായി വിജയനെ അംഗീകരിക്കാൻ കഴിയില്ല. ഇന്നും പിണറായി വിജയനെ അംഗീകരിക്കുന്നത് ആരാ? കേരളത്തിലെ ഇടതുപക്ഷ അനുഭാവികൾ. അത് കടുത്ത ഇടതുപക്ഷ അനുഭാവികൾ മാത്രമേ അനുകൂലിക്കൂ. അല്ലാതെ ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ പ്രത്യയശാസ്ത്രത്തെ നെഞ്ചിലേറ്റുന്ന ആരും തന്നെ പിണറായി വിജയനെ ഇന്ന് അനുകൂലിക്കില്ല. CPI ഒക്കെ പിണറായി വിജയനെതിരെയുള്ള വികാരമാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചതെന്നാണ് അവരവകാശപ്പെടുന്നത്. എന്നിട്ടും ആ തെരഞ്ഞെടുപ്പിനെ പോലും, ആ വിജയത്തെ പോലും അംഗീകരിക്കാതെ അതും ഇനി ആണെന്ന് പറയുമെന്നാണ് നമ്മുടെ മുമ്പിലുള്ള സംശയം. അതെ. അപ്പോൾ പിണറായി വിരുദ്ധ വികാരം, ഭരണവിരുദ്ധ വികാരം എല്ലാം ഉണ്ട്. ഇടതുപക്ഷത്തിനെ ഇനി ഭരണത്തിൽ കൊണ്ടുവരില്ല എന്ന് ജനം തീരുമാനമെടുക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ കോൺഗ്രസ് അധികാരത്തിൽ വരികയാണെങ്കിൽ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധികാരത്തിൽ വരികയാണെങ്കിൽ ആരായിരിക്കും മുഖ്യമന്ത്രി? അത് തീർച്ചയായിട്ടും ഹൈക്കമാൻഡ് ആരാകണമെന്നാണ് ഫർഹാൻ ആഗ്രഹം? എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമില്ലല്ലോ. ഇല്ലേ? എനിക്ക് അങ്ങനെ ആഗ്രഹമില്ല. കേരളത്തിലെ ജനങ്ങൾക്ക്, അതായത് ഈ പറയുന്ന ടീം UDF നമുക്ക് അങ്ങനെ തന്നെ എടുക്കാം. ടീം UDF ഒരുപാട് കഴിവുള്ള നേതാക്കന്മാരുണ്ട് എന്നുള്ളത് സത്യമാണ്. ഒരുപാട് കഴിവുള്ള, കാരണം ഇപ്പൊ VD സതീശൻ പുള്ളിക്കാരൻ ഈ പറയുന്ന പോലെ പ്രതിപക്ഷ നേതാവായിരുന്നു കൊണ്ട് വെറുതെ ഒരു വിമർശനം ഉന്നയിച്ചു പോകുന്ന ഒരു പ്രതിപക്ഷ നേതാവല്ല നമ്മുടെ മുമ്പിലുള്ളത്. വെറുതെ പിണറായി വിജയനെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ച്, അല്ല ഈ പറയുന്ന പോലെ പിണറായി വിജയന്റെ ന്യായമായിട്ടുള്ള ജനങ്ങളെ നല്ല രീതിയിൽ സേവിക്കാൻ കഴിയുന്ന പല വികസന പ്രവർത്തനങ്ങൾക്കും ഈ നാട്ടിലെ പ്രതിപക്ഷ നേതാവ്
ചുക്കാൻ പിടിച്ചിട്ടുണ്ട്, അതിലെല്ലാം അംഗീകരിച്ചിട്ടുണ്ട്, വികസന പ്രവർത്തനങ്ങളെല്ലാം അംഗീകരിച്ചിട്ടുണ്ട്. പൂർണ്ണമായി അല്ലെങ്കിൽ പിണറായി വിജയൻ എന്ത് ചെയ്താലും അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാർ എന്ത് ചെയ്താലും അതിനെ എതിർക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവല്ല പുള്ളി. അപ്പൊ അത്തരത്തിൽ കേരളത്തിലെ ജനങ്ങളെ കരുതാൻ പ്രാപ്തരായിട്ടുള്ള ആരുണ്ടോ അവർക്കെല്ലാം കേരളത്തിലെ മുഖ്യമന്ത്രിയാകാം. അതിനുള്ള അവസരം നമ്മുടെ ഈ പറയുന്ന പോലെ ടീം UDF മുമ്പിലുണ്ട്. ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്നാണല്ലോ അവർ പറഞ്ഞത്. അപ്പൊ അത്തരത്തിൽ പോട്ടെ എന്നുള്ളതാണ്. അല്ല, എനിക്കൊരു ഒരു വ്യക്തിയെ മുഖ്യമന്ത്രിയാക്കണം എന്നുള്ള ആഗ്രഹം. അതെ, പക്ഷേ കോൺഗ്രസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ 2 or 3 സ്ഥാനാർത്ഥികൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളാവാൻ പ്രാപ്തിയുള്ള ആൾക്കാരുണ്ട് എന്ന് പറയുന്നത് തന്നെ വലിയ അഭിമാനകരമായ നേട്ടമാണ് അല്ലേ? തീർച്ചയായിട്ടും. ഈ പറയുന്ന പോലെ പല അതായത് മാധ്യമധർമ്മം എന്തെന്നറിയാത്ത പലരും അവര് കടിപിടി കൂടുന്നു എന്നുള്ളൊക്കെ ടൈറ്റിലൊക്കെ കൊടുത്ത് വാർത്തകൾ വിടുന്നു. നമ്മളത് കാണുന്നതാണ്. അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നുമില്ല. കേരളത്തില് ടീം UDF കൃത്യമായിട്ട് അതായത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കാൻ ഒരുപാട് പേരുണ്ട്. പക്ഷെ അത്തരത്തിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഇല്ല എന്നുള്ളത് ഹൈക്കമാൻഡ് തീരുമാനിച്ച് കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞതാണ്. അപ്പം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഇല്ല. പിന്നെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ കമ്മ്യൂണിസ്റ്റുകാർ ഇന്ന് അവര് LDF 3.0 ലോഡിംഗ് എന്ന് ഘോരഘോരം പ്രസംഗിച്ചവരും എഴുതിയിട്ടവരും ഇന്ന് പറയുന്നു അവർ മുഖ്യമന്ത്രി സ്ഥാനത്തിന് കടിപിടി കൂടുന്നുണ്ട്. അപ്പൊ അവർക്കറിയാം അടുത്ത തവണ UDF തന്നെയാണ് അധികാരത്തിൽ വരുന്നത്. അവർക്ക് ബോധ്യമുണ്ട്. അവർക്ക് ആ ഒരു ബോധ്യം മനസ്സിലോട്ട് അവരെ സമ്മതിച്ചു. പുറമേ സമ്മതിച്ചില്ലെങ്കിലും അവരുടെ മനസ്സിൽ ആ ഒരു ചിന്ത വന്നു. കാരണം അതുകൊണ്ടാണല്ലോ ഇപ്പം VD സതീശൻ മുഖ്യമന്ത്രി ആവുക. അവർ ഭയക്കുക VD സതീശൻ മുഖ്യമന്ത്രി ആയാൽ എന്ത് ചെയ്യും എന്നുള്ള ഒരു ഭയം അവരുടെ മനസ്സിലേക്ക് കടന്നു വന്നു. അത്തരത്തിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ശശി തരൂരിന്റെ സാധ്യത എത്രത്തോളാണ്? ശശി തരൂർ നമ്മൾ നോക്കുകയാണെങ്കിൽ മോദിയെ പുകഴ്ത്തുന്നു, എപ്പോൾ BJP പോകുമെന്ന് ചോദിക്കുന്നു. അപ്പോ ശശി തരൂരിനും കേരളത്തിൽ സാധ്യതയുണ്ടോ മുഖ്യമന്ത്രിയാകാൻ? ഒരു മുഖ്യമന്ത്രി ആകണമെങ്കിൽ ആദ്യം ഈ പറയുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് അല്ലെങ്കിൽ UDF ഏറ്റവും സാധാരണപ്പെട്ട പോസ്റ്റർ ഒട്ടിക്കുന്ന അല്ലെങ്കിൽ വീടുകൾ കയറി ഇറങ്ങുന്ന ഒരു ഇലക്ഷൻ വരുമ്പോൾ വീടുകൾ കയറി ഇറങ്ങുന്ന ഒരുപാട് സാധാരണക്കാരുണ്ട്. ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകാൻ കഴിയാത്ത ഒരുപാട് സാധാരണക്കാരുണ്ട്. അവരുടെ മനസ്സിലൊരു സ്ഥാനമുള്ള ഒരു നേതാവ്, അവരുടെ മനസ്സിലൊരു സ്ഥാനമുള്ള ഒരു നേതാവിനാവണം മുഖ്യമന്ത്രി ആകാൻ. അതായത് ഈ പറയുന്ന പോലെ ജനങ്ങൾ അംഗീകരിക്കുന്ന ഒരാളായിരിക്കുമല്ലോ മുഖ്യമന്ത്രി ആകുന്നത്. അപ്പൊ അത്തരത്തിൽ BJP അനുകൂലിച്ച് കോൺഗ്രസിനെ എവിടെയെങ്കിലും ഇകഴ്ത്തി കാട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു വ്യക്തിയെ ഈ പറയുന്ന കേരളത്തിലെ സാധാരണ പാർട്ടി പ്രവർത്തകർ, രാഷ്ട്രീയ പ്രവർത്തകർ, ഒരു സ്ഥാനവും മോഹിക്കാതെ പാർട്ടിക്ക് വേണ്ടി പോരാടുന്നവർ, അവരൊന്നും ഇത്തരത്തിലുള്ള എനിക്ക് തോന്നുന്നില്ല ശശി തരൂരിനെയൊക്കെ അനുകൂലിക്കുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അതെ. മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് പേഴ്സണൽ ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ഇപ്പോഴത്തെ കുട്ടികളെ നോക്കുകയാണെങ്കിൽ എനിക്ക് രാഷ്ട്രീയം വേണ്ട, എനിക്ക് രാഷ്ട്രീയ പാർട്ടികളോട് കൂറില്ല, എനിക്ക് വോട്ട് ചെയ്യാൻ ആഗ്രഹമില്ല എന്ന് പറയുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ എന്റെ മുന്നിലിരിക്കുന്നത് ഫർഹാനാണ്, 18 വയസ്സുള്ള കൃത്യമായ രാഷ്ട്രീയം പറയുന്ന ഫർഹാൻ. എന്തുകൊണ്ടാണ് കുട്ടികളല്ല 18 വയസ്സിന് ശേഷം അല്ലെങ്കിൽ യുവതലമുറയ്ക്ക് രാഷ്ട്രീയം വേണമെന്ന് തോന്നുന്നത്? ഇന്ന് നമുക്കറിയാം അരാഷ്ട്രീയത അഭിമാനമായി കാണുന്ന ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിലുണ്ട്. രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ അവർക്ക് പുച്ഛമാണ്. പക്ഷെ കേരളത്തിൽ വരുന്ന എല്ലാ ആനുകൂല്യങ്ങളും എല്ലാ ക്ഷേമ പ്രവർത്തനങ്ങളും എല്ലാം അവർക്ക് വേണം. കേരളത്തിൽ ഓരോ മാറ്റങ്ങൾ അവർക്ക് വേണം. ഇന്ന് ഈ കേരളത്തിൽ അല്ലെങ്കിൽ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങൾക്കെതിരെയും സംസാരിക്കുവാൻ, നല്ല കാര്യങ്ങളെ നല്ലതായി കാണുവാൻ അല്ലെങ്കിൽ മോശം കാര്യങ്ങളെ എതിർക്കാൻ, പ്രതിഷേധിക്കാൻ അവർക്കൊരു പറയുന്ന പോലെ ഒരു പ്രാപ്തി അല്ലെങ്കിൽ ആ ഒരു മനസ്സില്ലാന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യാനാണ്? അവർ ഈ പറയുന്ന പോലെ രാഷ്ട്രീയത്തെ വെറുപ്പോടുകൂടി കാണുന്നു. അത് തീർച്ചയായിട്ടും തെറ്റായിട്ടുള്ള ഒരു സമീപനമാണ്. ഇന്ന് നമ്മുടെ ഈ സ്വാതന്ത്ര്യം ഉൾപ്പെടെയുള്ള നമ്മൾ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കിയത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലൂടെയുള്ള പ്രതിഷേധങ്ങളും അതുപോലെ തന്നെ അവരുടെ സമര പോരാട്ടങ്ങളുമാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ നമ്മുടെ രാഷ്ട്രീയത്തെ നമുക്ക് വേണ്ട, രാഷ്ട്രീയം നമ്മൾ വേണ്ട, രാഷ്ട്രീയം ഇല്ലാതെ ജീവിക്കാം എന്നുള്ളൊരു ചിന്താഗതി ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇന്ത്യ വിട്ട് പുറത്തു പോകാം. ഇന്ത്യയിൽ താമസിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇന്ത്യയിൽ ഉണ്ടാകുന്ന ഓരോ തീരുമാനങ്ങളും, ഓരോ നയങ്ങളും, ഓരോ കാര്യങ്ങളും, ഈ നാട്ടിലെ ജനങ്ങൾക്ക് കൊടുക്കുന്ന ഓരോ കാര്യങ്ങളും അതിലെല്ലാം രാഷ്ട്രീയമുണ്ട്. രാഷ്ട്രീയമില്ലാതെ എന്തെങ്കിലും ഇന്ത്യ മഹാരാജ്യത്തുണ്ടോ, ജനാധിപത്യ സംവിധാനത്തിലുണ്ടോ? ഇല്ലെന്നുള്ളതാണ് എന്റെ ഒരു ചിന്ത. എങ്ങനെയാണ്? അപ്പം രാഷ്ട്രീയം എല്ലാവർക്കും വേണം. അത് തീവ്രമായിട്ടൊരു പാർട്ടിയെ അനുകൂലിക്കുക എന്നുള്ളത് മാത്രമല്ല, അല്ലെങ്കിൽ എപ്പോഴും പോയി ഒരു പാർട്ടിക്ക് തന്നെ കൈപ്പത്തിക്കാണെങ്കിൽ കൈപ്പത്തിക്ക് കുത്തുക, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനാണെങ്കിൽ അരിവാളിന് കുത്തുക, അങ്ങനെ ഒരു രാഷ്ട്രീയ ബോധമല്ല. കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ബോധം, എതിർക്കാൻ, പ്രതിഷേധിക്കാൻ, നമ്മളൊരു തെറ്റ് കണ്ടാൽ അതിനെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ ബോധം. അല്ലാതെ ഒരു അടിമത്തത്തിലേക്ക് പോകരുത് എന്ന് മാത്രമാണ് എന്റെ പ്രായത്തിലുള്ള അല്ലെങ്കിൽ ആ ഒരു യുവതലമുറയിലേക്ക് കടക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്.